കോട്ടയത്തേക്ക് പോകാം. അവിടെ പാല കനത്ത വെള്ളക്കെട്ടിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നഗരത്തിലെ പല കടകളും ഒക്കെ വെള്ളം കയറി വലിയ നാശനഷ്ടം, സാമ്പത്തിക നഷ്ടം പലർക്കും കച്ചവടക്കാർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഇത്രയും ഉയരത്തിൽ അല്ലെങ്കിൽ കെട്ടിടങ്ങളുടെയൊക്കെ ഏകദേശം പകുതിയോളം വരുന്ന നിലയിൽ വെള്ളം കയറുന്ന സ്ഥിതിയാണിത്. പൊൻകുന്നത്തെ ദൃശ്യങ്ങളാണ്. ഒപ്പം പൂഞ്ഞാറിൽ ഉരുൾപൊട്ടലുണ്ടായി ജീവഹാനി സംഭവിച്ചിരിക്കുന്നു. ഈരാറ്റുപേട്ടയിൽ വെള്ളം കയറി. അങ്ങനെ വലിയ നാശനഷ്ടങ്ങളും അപകടവുമാണ് കോട്ടയം ജില്ലയിൽ ഉടനീളം കഴിഞ്ഞ രാത്രിയിലെ കുറച്ച് മണിക്കൂറുകൾ നീണ്ടുന്ന മഴ മൂലം ഉണ്ടായിരിക്കുന്നത്. ഇത് പാല ടൗണിലെ ദൃശ്യങ്ങളാണ്. പള്ളിയോട് ചേർന്നുള്ള ഭാഗങ്ങളാണ്. ഇവിടെയൊക്കെ വെള്ളം കയറി നിൽക്കുകയാണ്. കടകളിലേക്കൊക്കെ വെള്ളം കയറി. കുറച്ചൊക്കെ സാധനങ്ങൾ മാറ്റാൻ കഴിഞ്ഞു എന്ന് നേരത്തെ ഒരു വ്യാപാരി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടുണ്ട്. മീനച്ചിൽ തോട്, അത് മീനച്ചിൽ ആറ്റിൽ നിന്നൊക്കെയുള്ള വെള്ളം കരകവിഞ്ഞ് വരുന്നതാണ് കോട്ടയത്ത് മറ്റൊരു ദൃശ്യമാണ്. പലയിടത്തും കുറേ മീനച്ചിലാറും പമ്പയാറും ഒക്കെ കരകവിഞ്ഞൊഴുകുകയാണ്. അങ്ങനെയാണ് തീരപ്രദേശങ്ങളിലേക്കൊക്കെ വെള്ളം കയറുന്നത്. മുണ്ടക്കയത്ത് നിന്നുള്ള ദൃശ്യമാണ്. അവിടെ മണ്ണിടിഞ്ഞും ഒക്കെ വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇലക്ട്രിക് പോസ്റ്റുകളെല്ലാം തകർന്നിരിക്കുന്നു. മരവും മണ്ണും എല്ലാം ഒലിച്ചിറങ്ങി വലിയ അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നു.